ഈദുബാർക്ക് കഴിഞ്ഞു. ഇന്ന് ചെറിയൊരുനാൾ എന്ന് പറഞ്ഞാൽ കുത്തുബ നിസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞു. വലിയൊരുനാൾ വേണമെങ്കിൽ 4 ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ചെറിയൊരുനാൾ ഇതിൽ കഴിഞ്ഞു. ഇനി നാളെ 6-ാം നോൽമ്പാണ്, അത് മനസ്സിലാക്കാം. അതേ വയസ്സല്ലേ? അങ്ങനെ വരുന്നത്. സെമീറേ ആർക്കറിയോ എന്താ സെമീർ എങ്ങനെയൊക്കെ ഈ പൂക്ക് പോയാൽ മതി, വെച്ചു പോകണ്ടേ? അങ്ങനെ മുടിയില്ലാത്ത ഇജ്ജാ മുടിയെട്ടാൻ പോയിക്കണത്. ആർക്കൊക്കെ മുടിയെട്ടാൻ പോയിട്ട് പൈസ കൊടുത്താൽ എങ്ങനെ മോലാവണം? 50 റുപ്യക്ക് പോലെ സമ്മതിച്ചില്ല, 100 റുപ്യ 100ന്റെ നോട്ടാൻ കൊടുക്കണം, അല്ലാതെ പോലെ സമ്മതിച്ചില്ല. ആർക്കറിയില്ലേ എന്താ സുഖത്തൊക്കെ കൊടുക്കല കോരല്ല, അതാണ് ഇപ്പൊ കാലം. ഞാനും എന്റെ സ്ഥിരം പെട്ടണ ചങ്ങാനോട് ചോദിച്ചു, അതാ 50 റുപ്യക്ക് കൊട്ടി തരുവാണ്. അപ്പൊ നിങ്ങളെ ചൂടെടുത്ത് ആട്ടുന്നാറ്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എന്തൊക്കെയാണ് വർത്താനം? ആരും വരാത്ത വരും കടന്നു വരുന്നു. നമ്മളെ ഷമീറിന്റെ ചാനലാണ്. നമ്മളെ ആപ്പി ലൈഫിലെ സൂപ്പർ സ്റ്റാർ ഷമീറാണ്, അവൻ്റെ ചാനലാണ്. അപ്പോൾ എല്ലാവരും വളരെ ഡീസൻ്റായിട്ട് ഉഷാറായിട്ട് വരും. ഓക്കെ, എന്തൊക്കെ വർത്താനം? സുഖല്ലേ? റാത്തല്ലേ? പെരുന്നാളായിട്ട് ആട് ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചില്ലേ? ആയിക്കോട്ടെ, എല്ലാവരും കഴിച്ച്. ഇപ്പം കഴിച്ചില്ലേ? സമീറെ ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു വരികയാണ്. കഴിച്ചു വരികയാണ്. നമ്മൾ കഴിച്ചിട്ട് പറയാറായി. ഞാൻ അടുത്ത ബിരിയാണി. എന്ത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി. ചിക്കൻ്റെ കാല് പറ്റില്ല, ആട്ടുംകാലും ആണ്. എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോൾ പെരുന്നാളായതുകൊണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ്. അല്ലാതെ എവിടുന്ന് ആടും അങ്ങനെ ആടൊക്കെ മുതലാളിമാരും തട്ടെ. നമ്മൾ സാധാരണക്കാർക്കുള്ളതാണ് ചിക്കനും ബീഫും. അതാണ് അല്ല, ബീഫിന് ഇപ്പോൾ വില കൊടുക്കും. അപ്പോൾ ബീഫും മുതലാളിമാർക്കുള്ള ഒറ്റ എന്താ ചിക്കൻ്റെ ചിക്കൻ 124 ചിക്കന് ഇപ്പം ഇനി എന്ത് വില കൂടിയാലും ചിക്കനാകുമ്പോൾ പഴയ കാലത്ത് അങ്ങനെ അല്ലായിരുന്നോ? പഴയ കാലത്ത് എങ്ങനെയാ ചിക്കനൊന്നും കൊണ്ടില്ല. അന്ന് VIP-കാർക്ക് ചിക്കൻ, നമ്മൾ സാധാരണക്കാർക്ക് ബീഫ്. ഇപ്പോൾ തല തിരിഞ്ഞു പോകും. ഇപ്പോൾ മറ്റേ ചിക്കന് പാവങ്ങൾക്ക്, ബീഫ് മുതലാളിമാർക്കും. അപ്പം അങ്ങനെ മാറിക്കും. അങ്ങനെയൊക്കെ പരിപാടി നടന്നു പോയി കാലത്ത് മനുഷ്യന്മാർ 6 അടി മണ്ണിക്കാണ് കൊണ്ട് മരിച്ചു പോകുമ്പോൾ ഈ എത്ര ഉള്ളവനും ഇല്ലാത്തവനും ഒരേ സ്ഥലത്തേക്ക് പോകണം. അല്ല, ഓന് ഇവിടുന്ന് ഒന്നുകൊണ്ടും പോകണമെന്നില്ല. ആരും കൊണ്ടുപോകില്ല. കൊടുന്നോട്ട് കൊണ്ടുപോകില്ല. ഒന്നും കൊടുന്നിട്ടുമില്ല, പോകുമ്പോൾ കൊണ്ടുപോകില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥം. അപ്പോൾ 3 വർഷം തുണികളുണ്ടാകുക, വേറെ തോനൊന്നും ഉണ്ടാവില്ല. 6 അടി മണ്ണ്, വേറെ ഒന്നും ഒരു മനുഷ്യന് ഇവിടെ ലക്ഷങ്ങളെ കോടികളുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് അന്നാന്ന് പണിയെടുത്ത് തിന്ന. അൽഹംദുലില്ലാ, പടച്ചോന് അള്ളി റസൂലിൽ തന്നെ നമുക്ക് വരും. അതിലും പറ്റി നമുക്കൊന്നും ഇപ്പൊ ലഹരിക്ക് നമുക്ക് എന്താ പറയേണ്ട കടമയുണ്ട്. ലഹരി ഇവിടുത്തെ കേരളമാക്കരുത് നമുക്ക്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതിൻ്റെ മേൽത്തട്ടിലിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അത് വളരെ എല്ലാവരും കാര്യത്തിലെടുത്ത് ഈ പോരാട്ടത്തിനെതിരെ മുന്നിട്ടിറങ്ങണമെന്ന് നമ്മൾ ഈ ഷമീറിന്റെ ചാനലിലൂടെ അറിയിക്കുകയാണ്. മറക്കണ്ട, ഷമീർ ആപ്പി ഷെരീഫിന്റെ ആപ്പി ലൈഫിന്റെ കരുത്തനായ പ്രസ്ഥാനം. ഓക്കെ, ഐ ഡോണ്ട് ലാക്ക് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി കോൺഫിഡൻസ് ദാറ്റ് ഈസ് വാട്ട് അപ്പം മറക്കണ്ട. അപ്പോൾ എല്ലാവരും കേട്ടില്ലേ? അപ്പോൾ നമ്മളെ ചാനലാണ്, ഇതൊരു മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്താ ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാം എന്താ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.